നാണക്കേട്? ഇത്രയും നാൾ അവൾ എന്റെ വീട്ടിൽ ജീവിച്ചു. ഞങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്തെങ്കിലും എന്റെ മകന്റെ ഭാര്യയായിരുന്നു അവള്. എന്റെ മകനെ ഡിവോഴ്സ് ചെയ്ത് പോകുമ്പോ ന്യായമായ അവൾക്ക് കൊടുക്കേണ്ട ഒരു കോമ്പൻസേഷൻ ഉണ്ടല്ലോ, അതിനു മുകളിൽ കുറച്ചുകൂടി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് അവള് പറയട്ടെ. എനിക്ക് ഈ കാര്യത്തിൽ ഒരു പിടിവാശിയും ഇല്ല എന്നറിയാമല്ലോ. അവളുടെ അമ്മാവനായതുകൊണ്ട് അവളുടെ കൂടെ നിൽക്കേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്തായാലും. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മകനൊരു ജീവിതം വേണം. അതിന് ഈ ഡിവോഴ്സ് നടന്നേ പറ്റൂ. ശരി, മീറ്റിംഗ് എവിടെയാണെന്നുള്ള സ്ഥലവും സമയവും തീരുമാനിച്ചിട്ട് ഞാൻ അറിയിക്കാം. തൽക്കാലം ഇക്കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് നിങ്ങളുടെ ആൺമക്കളോ അർച്ചനയോ ഒരാൾ പോലും അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? ശരി, അങ്ങനെ ആവട്ടെ. എല്ലാം തീരുമാനിച്ച് അറിയിച്ചാ മതി. ഇയാൾ എന്തൊരു മണ്ടനാണ്. ഞാൻ പറഞ്ഞതെല്ലാം അതുപോലെ വിശ്വസിച്ചു. പക്ഷെ സൂക്ഷിക്കേണ്ടത് അവന്തികയാണ്. ഈശ്വര, ഹരീഷാണല്ലോ വിളിക്കുന്നത്. ഇതിനോട് രാത്രി വിളിക്കരുതെന്ന് പറഞ്ഞാലും കേൾക്കില്ല. എന്തു പറയും? ധനുഷ് കേട്ട ആകെ കുഴപ്പമാവും. ഇനി മേലിൽ രാത്രി അവനോട് വിളിക്കരുതെന്ന് പറയാം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ചടങ്ങ് എവിടെ വെച്ച് വേണമെന്ന് അവരല്ലേ തീരുമാനിക്കും. ആ ചടങ്ങേ ഇവിടെ വെച്ച് നടത്തണമെന്നാ ഞാൻ പറഞ്ഞത്. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ ഒരു വാശിയും പിടിച്ചിട്ടില്ല. വാശി കാണിച്ച കുഞ്ഞിനെ എടുത്തോണ്ട് നെല്ലിശ്ശേരിയിലോട്ട് പോയതേ അവളല്ലേ. എടി, കാരണം എന്താണെന്ന് ഇതുവരെ അവള് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതെന്താന്ന് ഞാൻ പറയാം. നിന്നോട് അവള് പറഞ്ഞോ? എന്നോട് പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ ഊഹിച്ചതാ. നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല, അത് നമ്മുടെ അമ്മക്കുട്ടിയുടെ കാര്യം തന്നെ. അല്ലാതെ പിന്നെ വേറെന്തുവാ? അമ്മക്കുട്ടി ആതിരയോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാ പിന്നെ അർച്ചനയെ മറക്കൂന്നുള്ള പേടിയാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ പേടി കാരണം അർച്ചന ഇവിടുന്ന് നേരത്തെ പോയത്. അതിപ്പോ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നൂലുകെട്ട് ഇവിടെ വെച്ച് നടത്തുന്ന കാര്യം എടാ നമുക്ക് നെല്ലിശ്ശേരി പോയി സംസാരിക്കണം. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അമ്മേ, അവിടെ നടത്തുന്നു ഇവിടെ നടത്തുന്നു ഒരുപോലെയല്ലേ? ആണോ? പിന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ചെന്ന് നടത്താം. അവരെല്ലാരും ഇവിടെ വന്ന് കൂടട്ടെ. അനവേ, ഈ കാര്യം അവിടെ പോയി സംസാരിക്കാൻ നിനക്ക് എന്തെങ്കിലും ധൈര്യക്കുറവുണ്ടോ? അത് പിന്നെ നമ്മൾ അവിടെ പോയി ആവശ്യപ്പെട്ടിട്ട് അവരാരും സമ്മതിച്ചില്ലെങ്കിലോ? അത് നമുക്ക് നാണക്കേടല്ലേ? ഒരു നാണക്കേടും ഇല്ല. അത് നമ്മുടെ അവകാശമാ. അവൾ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങി പോയെന്നും പറഞ്ഞോണ്ട് ആ അവകാശം മാറ്റാൻ പറ്റുമോ? നിനക്ക് വയ്യെങ്കിലേ ഞാൻ പൊക്കോളാം. അമ്മ ഇങ്ങനെ ബഹളം വെക്കണ്ട, നമുക്ക് പോയി സംസാരിക്കാം. പിന്നെ ദാ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവിടെ ചെന്ന് മാറ്റി പറയരുത്. പറഞ്ഞേക്കാം. ഈ അമ്മ വല്ലാത്ത വാശിയിലാണല്ലോ. അല്ല, എല്ലാവർക്കും ഇപ്പോ അത് മാറി.
അർച്ചനേട്ടത്തെയും അവളുടെ അമ്മ തന്നെയാ. ആ സത്യം ഇപ്പോ തന്റെ മനസ്സും അംഗീകരിച്ചു കഴിഞ്ഞു. അതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷേ എന്നാലും എന്റെ കുഞ്ഞിനെ മറ്റാരുടെ അടുത്ത് കിടത്തി ഓർക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛചേച്ചി ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. എടോ, അമ്മക്കുട്ടിയുടെ പേരിൽ ഒരു അവകാശ തർക്കവും വേണ്ട. നിങ്ങൾ രണ്ടുപേരും അവൾക്ക് അമ്മമാരാ. ഓർക്കുമ്പോ എനിക്ക് വിഷമം വരുന്നു സന്ദീപേ. എത്ര നാൾ എന്റെ മോളാണെന്ന് അറിയാതെ അവൾ എന്റെ കൺമുൻപിലുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴല്ല അവൾ എന്റെ കൺമുൻപില് ചിരിച്ചും കളിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പലപ്പോഴും ഞാൻ അവളെ എടുക്കുകയോ ലാളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഓർക്കുമ്പോ സങ്കടം കൊണ്ട് നെഞ്ചു പൊട്ടുക. അത് തിരിച്ചറിഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്. ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിലോ? ദൈവം നിന്റെ മോളെ നിന്റെ കൺമുന്നിൽ കാണിച്ചു തന്നു. അതിന് നന്ദി പറയലേ വേണ്ടത്. എനിക്ക് അതറിയാന്നിട്ടല്ല. എന്റെ ഉള്ളിലെ അമ്മയുടെ വിങ്ങല് സന്ദീപിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെറ്റ വയറിന് മാത്രമേ ആ നോവുണ്ടാവും. എനിക്ക് തന്റെ എല്ലാ നോവും മനസ്സിലാവും. നമ്മുടെ മോള് അർച്ചനെടുത്ത് തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുമെന്നുള്ള ഭയം അതല്ലേ ഇപ്പോഴത്തെ വിഷമത്തിന് പിന്നിലെ കാരണം.